ഇന്ന് വാഴക്കൃഷിയുടെ നടീൽ രീതിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ റോബസ്റ്റ വാഴയുടെ കണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചാരം പുരട്ടിയോ ചാണം പുരട്ടിയോ നമുക്ക് നടാവുന്നതാണ്. അതിനായിട്ട് 2 അടി വീതിയുള്ള 2 അടി നീളമുള്ള കുഴിയെടുത്ത് അതിൻ്റെ നടുവിൽ ഒരു കുഴിയെടുത്തിട്ടാണ് വാഴക്കണ്ണ് വെക്കുന്നത്. അപ്പോൾ അത് ചെരിച്ചോ നിർത്തിയോ വയ്ക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിർത്തിയാണ് വെക്കുന്നത്. അതിന് മണ്ണിട്ട് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കക്ക നീറ്റിയ കുമ്മായമാണ് ഇട്ട് കൊടുക്കുന്നത്. കുമ്മായത്തിന് പകരം ഡോളോമേറ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ്. സുഡോണമസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കുമ്മായമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് കുലച്ച വാഴയിൽ നിന്നും വാഴത്തൈ എടുത്താണ് നടുന്നത്. ഇതിപ്പോൾ റോബസ്റ്റയുടെ കുല വെട്ടിയ വാഴയാണ്. അതിൽ നിന്നാണ് തൈ എടുക്കുന്നത്. അത് ചെറുതൈ നോക്കി ചെറുതൈയോ കുറച്ച് വലുപ്പമുള്ള തൈ ആയാലോ നമുക്ക് പറിച്ച് നടാവുന്നതാണ്. അതിനും ഇതുപോലെ തന്നെ കുഴിയെടുത്തിട്ട് വേണം നടുവാൻ വേണ്ടിയിട്ട്. വാഴ വെച്ച് കഴിയുമ്പോൾ മണ്ണിട്ട് കൊടുക്കണം. ഈ കുഴി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വളമിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഴിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ വാഴ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാണപ്പൊടി ഇട്ട് കൊടുക്കണം. ചാണപ്പൊടി ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കണം. അങ്ങനെ ഇടയ്ക്ക് വളം ഇട്ട് കൊടുത്ത് മണ്ണിട്ട് വരുമ്പോൾ വാഴ നല്ല ഹെൽത്തി ആയിട്ട് വളരും. ഇപ്പോൾ ഇത് കുറച്ച് വലുതായ വാഴയാണ്. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമുക്കതിന് കുറച്ച് ഇംഗ്ലീഷ് വളം 18-18 ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 18-18 കുറച്ച് ഇട്ട് കൊടുത്ത് മേൽമണ്ണ് ഇട്ട് കൊടുക്കുക. എപ്പോഴും മേൽമണ്ണ് ഓരോ മാസവും വളമിട്ട് മേൽമണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ വാഴ വേഗം വലുതാവും. ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കണം. ചാണപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പും പിണ്ണാക്കോ ഏത് വളം വേണമെങ്കിലും നമുക്ക് കുറച്ചേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും വാഴ നല്ല വൃത്തിയായിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ കടയ്ക്ക് വരുന്ന കണ്ണുകളൊക്കെ മുറിച്ച് കളഞ്ഞ് വാഴക്കൈയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വൃത്തിയായി സൂക്ഷിക്കണം. ഇപ്പോൾ നമുക്കിത് ഇതുപോലെ കൊല വന്നു. റോബസ്റ്റ കായ്ക്ക് എപ്പോഴും വലിപ്പമുള്ള കൊലയായിരിക്കും. മറ്റ് പാളയംകോടൻ കുടപ്പിലാകുന്നതിനൊക്കെ ചെറിയ കൊലയായിരിക്കും. ഇതിന് എപ്പോഴും വലിയ കൊലയായിരിക്കും വരിക. ഇവിടെ കുടപ്പൻ മുറിച്ച് കളയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ പടലകളും കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ തുടങ്ങി അടി വരെയുള്ള കായകൾക്ക് നല്ല വണ്ണം കിട്ടും. ഇപ്പോൾ ഈ കായയ്ക്ക് ഇവിടെ കുടപ്പൻ കളഞ്ഞിരിക്കുന്നതാണ്, അടിക്കായ കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഇതേ അടിക്കായ ചെത്തി കളയുകയാണ്. അപ്പോൾ നമുക്ക് നല്ല വണ്ണമുള്ള കായ കിട്ടും. അപ്പോൾ ഇനി അടുത്ത കൃഷിയുമായി അടുത്ത ദിവസം കാണാം.